ഇരിക്കും. അവസാനം ഏവന്റെങ്കിലും പിച്ചാത്തി പിടിയിൽ അങ്ങ് തീരും. മര്യാദ ഇല്ലാത്ത വർത്താനം പറയില്ല. കോളേജ് പിള്ളേരെ അരച്ചേറിയാന്ന് നിങ്ങൾ കണ്ടല്ലേ? ഇത്രയും പ്രശ്നം നടന്നിട്ട് അങ്ങനെ കൈ പൊക്കിയ ഇപ്പോഴും അനങ്ങാതെ നിക്കണത് ഇപ്പൊ കണ്ട. പണ്ടവൻ കൊറേ കൈ പൊക്കി. ഇപ്പൊ ആവശ്യത്തിന്റെ നേരത്ത് ഒരിടം അരങ്ങി പോയി. ഒരു പ്രശ്നമുണ്ട്, മരിടിച്ചതേ. അതുകൊണ്ടാണല്ലോ നീ ഈ കട കിടക്കണം. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഇത് ഉറപ്പാണോ? അവൻ തന്നെയാണോ? കുട്ടൻ തന്നെ സാർ. ഇതാണ്ടാ അവിടെ തന്നെ. എടാ, കുട്ടനെയാണോ നീയൊക്കെ ഇടിച്ചത്? തോട്ടക്കുട്ടനിട്ട് ഉണ്ടാക്കിയിട്ടാണോടാ നീയൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്? ബോധമില്ലാത്തവന്മാരെ. ആരാണേലും ഇടി ഉറപ്പ്. തോണ്ടിപ്പിച്ച് കളിക്കേണ്ട ആളാണോ അവൻ? ക്രിമിനലാണോ അവൻ? ക്രിമിനല്. ഇവിടെ ഉണ്ടായിരുന്ന കത്തി കണ്ടിരുന്നോ സാർ? അയാളൊരു ഭാഗവ എന്തോ അല്ലേ? സ്കെച്ച് ഇട്ട് നിന്ന 30 എണ്ണത്തിന് ജീപ്പ് ഓടിച്ച് തക്കല പാറയെ കയറ്റി തോട്ട എറിഞ്ഞ് പൊളന്നിട്ടുണ്ട് നീ പറഞ്ഞ ഭാഗവതരൻ. ചാല മാർക്കറ്റിലെ ലോഡിങ്ങും പാർക്കിങ്ങും ഭരിക്കുന്ന അപ്പളാജി അറിയോ നിനക്കൊക്കെ? പത്രത്തിലൊക്കെ ഇടയ്ക്ക് ഫോട്ടോ വരുന്ന ഗുണ്ടാലിസ്റ്റിലുള്ള അങ്കിൾ. ആ അങ്കിൾ. ആ അങ്കിളിന്റെ ഇടത്തെ നെഞ്ചിലെ ചത ലോഡിങ് കുക്ക് കൊണ്ട് കുത്തിയെടുത്തിട്ടുണ്ട് കുട്ടൻ. അതും ചന്ത ദിവസം. തോട്ട എറിഞ്ഞ 7 കേസും വേറെ. തോട്ട എറിഞ്ഞ് നടന്നുകൊണ്ടിരുന്നവരിപ്പം നരലിലെ വേലായുധനെ പോലെ ചരടും കെട്ടി കുടുംബം കുട്ടിയായിട്ട് പാട്ടിന്റെ വഴിയെ പൊക്കോണ്ടിരിക്കുക. ഗാനഗുണ്ടയാണോ അവൻ? ഗാനഗുണ്ട. അവനെങ്ങാനും ആ ചരട് മുറിച്ച ആ കുട്ടൻ അയാൾ റിട്ടയർഡ് കൊണ്ടല്ലടാ. അയാൾ വിചാരിച്ചൊന്നും നടക്കാൻ പോകുന്നു. Raksasa Ramana